പ്രതിഷേധം നടക്കുകയാണ്. വൈദ്യുതി മന്ത്രിയുടെ വസതിയിലേക്ക് യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇന്നലെ തേവലക്കരയിലുണ്ടായ സംഭവത്തിലുള്ള പ്രതിഷേധമാണ്. യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വസതിയിലേക്ക് പാലക്കാട്ട് പ്രതിഷേധം, മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. പോലീസ് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ആ ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ടുള്ള BJPയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇവിടെയും വലിയ പ്രതിഷേധം അരങ്ങേറുകയാണല്ലോ. അതെ അനുജ, വലിയ പ്രതിഷേധമാണ് BJPയുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അല്പസമയം മുൻപാണ് BJPയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു 200ഓളം വരുന്ന പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് എത്തിയത്. തുടക്കത്തിൽ തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരാണ് പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകരുണ്ട്. അതിനനുസരിച്ച് ഉള്ളൊരു പോലീസിന്റെ ഒരു സംഘബലം ആ മേഖലയിൽ, അപ്പുറത്തെ മേഖലയിൽ ഇല്ല. എന്തായാലും ശക്തമായ പ്രതിഷേധം. ഇതിന് 50 മീറ്റർ അപ്പുറത്താണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ ഒരു വനിതാ പ്രവർത്തക, KSU പ്രവർത്തക ഈ മതിൽ ചാടിക്കടന്ന്, പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് കടന്ന് പോലീസുകാർക്ക് ബാരിക്കേഡ് പോലും കൃത്യമായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. പോലീസുകാർ പുറകിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ BJP പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മൾ രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുമായി സംസാരിച്ചിരുന്നു. പ്രതിഷേധങ്ങളെ അദ്ദേഹം ഭയപ്പെടുന്നില്ല, തങ്ങൾക്ക് പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം. ഒരു പ്രവർത്തകൻ മുകളിലേക്ക് ചാടിക്കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വീണ്ടും BJP പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മറിച്ചിടാനുള്ള ഒരു നീക്കമാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്. പോലീസ് ഒരു ഭാഗത്ത് അത് കൃത്യമായ രീതിയിൽ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കൂടുതൽ പോലീസുകാർ കൂടി വരേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ബാരിക്കേഡ് അവർ മറിച്ചിടുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമാണ്. ഇന്നലെയും സമാനമായ രീതിയിലുള്ളൊരു പ്രതിഷേധം നടന്നിരുന്നു. ഈ ബാരിക്കേഡ് അവർ മറിച്ചിട്ടാൽ തൊട്ടപ്പുറത്ത് ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളിക്കുന്നു. അവർ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്നാലും പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. പാലക്കാട് ചിറ്റൂരിലാണ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ഒരു ജലപീരങ്കി ഉള്ളത്. പ്രവർത്തകർ ഇനിയും പിരിഞ്ഞു പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. പോലീസുകാർ അപ്പുറത്തോട്ട് മാറി കൊടികെട്ടിയ പൈപ്പടക്കം പോലീസ് ഇങ്ങോട്ട് എറിയുന്ന ഒരു കാഴ്ചയാണ് ഒരു ഘട്ടത്തിൽ കാണുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. എന്തായാലും പോലീസ് പരമാവധി സംയമനം പാലിച്ചു. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയില്ല. പോലീസിന്റെ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തകർ വീണ്ടും അപ്പുറത്തേക്ക് കടക്കാനുള്ള നീക്കം. പ്രവർത്തകർ ബാരിക്കേഡ് ശക്തമായ ഈ മേഖലയിൽ നടക്കുന്നത്. വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച്, വിദ്യാർത്ഥി സ്കൂളിൽ ചോക്കേറ്റ് മരിച്ച സംഭവത്തിലുള്ള പ്രതിഷേധമാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. അല്പസമയം മുൻപ് നടന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുൻപ് ഇപ്പോൾ ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം. ജലപീരങ്കി പ്രയോഗിച്ചു. BJP പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. പാലക്കാട് വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിൽ തൊട്ടടുത്ത് തന്നെയാണ് വസതിയുമുള്ളത്. അങ്ങോട്ടേക്കുള്ള പ്രതിഷേധമാണ്. മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇതിൽ KSEBക്ക് ഇന്നലത്തെ സംഭവത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ ഇന്ന് സംസാരിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങളെ ഒന്നും താൻ ഭയക്കുന്നില്ല എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം.